ഹലോ, ഹബീസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഈ ഒരു റൈസിൻ്റെ റെസിപ്പി ഇടാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. കുറേ കമൻറ്റ് വന്നിരുന്നു ഈ റൈസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. നമുക്കിതിന് ബസുമതി റൈസ് തന്നെ വേണമെന്നില്ല കേട്ടോ. മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. ഒരു കിലോ റൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് 4 പീസ് മാഗി ക്യൂബും അതുപോലെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഉണ്ടെങ്കിൽ സഹജീരകം കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ. ബേ ലീഫ് ഉണ്ടെങ്കിൽ അത് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് വലിയ ഉള്ളിയാണ്. ഒരു ചെറുതാണെങ്കിൽ 2 എണ്ണം, അല്ലെങ്കിൽ വലുതാണെങ്കിൽ 1 എടുത്താലും മതി കേട്ടോ. അങ്ങനെ അത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ ക്യാപ്സിക്കാണ് കേട്ടോ, ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ചെറിയ ജീരകം ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് ഞെരട്ടിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ പറഞ്ഞാൽ നമ്മളെ മന്തിയിലൊക്കെ ഒരു ഫ്ലേവറാണ് ഈ റൈസിൻ്റെ ഫ്ലേവർ വരും കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതാ ബസുമതി അരി കഴുകി വെള്ളമൊക്കെ വാരാൻ വെച്ചിരുന്നു, അത് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസുമതി റൈസ് ഒന്നും കൂടെ ഒന്ന് വേവിച്ചിട്ട് വെള്ളമൊക്കെ വാർത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ഒന്നും കൂടി ടേസ്റ്റ് കൂടുതൽ കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ ഒരു പശയുള്ള മാതിരിയാണ് നമ്മളെ റൈസിന്. അപ്പോൾ പെട്ടെന്നാവണമെങ്കിൽ ഇതേപോലെ നെയ്ച്ചോറ് വറ്റിക്കണ അരി വറ്റിച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കട്ടോ. ഇനി ഞാനിതിലോട്ട് ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഒരു 1/4 സ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ 4 കപ്പ് അരിയാണ്. അപ്പോൾ അതിന് ഞാൻ 8 കപ്പ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കണം കേട്ടോ. കാരണം മാഗി ക്യൂബിൽ ഉപ്പുള്ളതാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ വെക്കണം. നിങ്ങളെ വിലയേറിയ കമൻറ്റും കൂടി വേണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അതെന്തായാലും ചെയ്യുക. ഇനി നമുക്കിത് അടച്ച് വെക്കാം. അപ്പോൾ ഈ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ പെട്ടെന്നാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്. താങ്ക് യു.